നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വൈറൽ താരമായ രേണു സുധിയും കുടുംബവും താമസിക്കുന്ന സുധിലയം എന്ന വീടിന്റെ ഒരു ചോർച്ചയിലാണ് ചർച്ച നിൽക്കുന്നത്. അത് ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചർച്ച, വീടിന്റെ ചോർച്ച സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഇത്രയും ചർച്ചയാവുന്നത്. അപ്പൊ മഴ പെയ്യുമ്പോൾ വീടിനകത്തേക്ക് വെള്ളം വീഴുന്നുണ്ട് എന്നുള്ള രേണു സുധിയുടെ വെളിപ്പെടുത്തലാണ് വലിയ ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരിക്കുന്നത്. വീടിന് സ്ഥലം നൽകിയ ബിഷപ്പ് നോബിളും വീട് നിർമ്മിച്ചു നൽകിയ KHTC ഫിറോസും അടക്കമുള്ളവർ രേണു സുധിക്കും അതുപോലെ തന്നെ കുടുംബത്തിനും എതിരെ ഭയങ്കര വലിയ രീതിയിലാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോ ഇവര് പറയുന്നത് തന്റെ കുടുംബം ആ വീട്ടിൽ താമസിക്കുന്നു എന്നതാണ് എല്ലാവരുടെയും പ്രശ്നമെന്നാണ് രേണു സുധി പറയുന്നത്. അപ്പോ പ്രശ്നങ്ങൾ മറ്റൊരു രീതിയിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ദാനം എന്നത് കേട്ട് മടുത്തു എന്നും വാടക വീട്ടിലേക്ക് മാറുകയാണെന്നും ഒരു ചർച്ചയിൽ രേണു പറയുകയുണ്ടായി. അപ്പൊ അതായത് സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്കും ഒരു വിഷമമാണ്. കാരണം സുധിയുടെ മരണശേഷമാണ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ വീട് നിർമ്മിച്ച് നൽകിയത്. അത് ഏറ്റവും വലിയൊരു സാന്ത്വനമായിട്ടാണ് മലയാളികൾ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രേണു സുധി ഒന്ന് ചുവട് വെച്ച് മുൻപിലോട്ട് വന്ന ആ സാഹചര്യം, ആ ദിവസം മുതൽ ഇന്ന് വരെ ആ വീടിനെ ചൊല്ലിയും ആ മക്കളെ ചൊല്ലിയും ആ കുടുംബത്തെ ചൊല്ലിയും രേണുവിന്റെ പഴയ കാര്യങ്ങൾ ചികഞ്ഞും പല രീതിയിലുള്ള വിമർശനങ്ങൾ രേണു കേട്ടും അടുത്ത് കാണും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോ എല്ലാവരും പറയും രേണു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ രേണു കുറ്റക്കാരിയാണെന്ന്. പക്ഷെ ആ രേണു തന്നെ പറയുന്നുണ്ട് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് ഞങ്ങൾക്ക് കിട്ടിയത്, അല്ലാതെ എന്റെ പേരിലല്ല കിട്ടിയത്. പിന്നെ മകൻ എന്ന് പറയുമ്പോൾ മകൻ പഠിക്കുവാണ്, രാഹുൽ അതും കൊല്ലത്ത് നിന്ന് പഠിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഋതപ്പനെ നോക്കാനായിട്ടാണ് തന്റെ അമ്മയും കുടുംബവും ഒക്കെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അതിന് ഇത്രയും പരാതി പറയണോ? ഇപ്പൊ ആ അമ്മ രേണു ജോലിക്ക് പോകുന്നത് കൊണ്ട് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നു. അപ്പൊ ആ കുഞ്ഞിനെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് കുടുംബം മുഴുവൻ വന്നു നിൽക്കുന്നത്. പക്ഷെ വലിഞ്ഞു കയറി വന്നു ആ ഒരു കുടുംബം കയ്യേറാനായിട്ട് നോക്കുന്നു എന്നൊക്കെയുള്ള ഈ രീതിയിൽ ഒരുപാട് സംസാരിക്കുമ്പോൾ രേണു തന്നെ എന്തിനാണ് ഇത്രയും തന്നെ വിമർശിക്കുന്നത്? താൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, അതിലൊരുപാട് ഈ ഒരു വീട് മക്കൾക്ക് വേണ്ടിയിട്ട് കിട്ടിയപ്പോ ഒരുപാട് ഡിമാൻഡ് വെക്കുകയോ അല്ലെങ്കിൽ പരാതി പറയുകയോ ഒന്നും രേണു ചെയ്തിട്ടില്ല. ഒരു മീഡിയ തന്നോട് ചോദിച്ചു വീട് ചോരുന്നുണ്ടോ, ആ വീട് ചോരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ചെറുതായിട്ട് മഴ വരുമ്പോ ചെറുതായിട്ട് ഈ ഫിസർ അടിക്കും. സാധാരണ ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് പോലെ തന്നെ ചെറുതായിട്ട് ഫിസർ അടിക്കും, വെള്ളം അകത്തോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അത്രേ രേണു പറഞ്ഞുള്ളൂ. പക്ഷെ അയാൾക്ക് എങ്ങനെ ആ വിവരം കിട്ടിയെന്ന് രേണുവിന് ഇപ്പോഴും അറിയത്തില്ല. ആ വീട് ചില്ലിട്ട സ്ഥലത്ത് നിന്ന് അകത്തേക്ക് ചാറ്റിൽ വീഴുന്നുണ്ട്, അതാണ് പറഞ്ഞത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുകൂടാതെ ഭീമിൽ നിന്ന് കൂടി ചോരുന്നുണ്ട്, പിന്നെ ബാക്കി വാർപ്പിൽ നിന്നും ചോർച്ചയില്ല, താൻ മനസ്സിൽ കള്ളത്തരം വെച്ച് പുറത്ത് വേറെ ഒന്ന് പറയുന്ന ആളല്ല എന്നൊക്കെ രേണു ഇപ്പൊ പറയുണ്ടായി. വീട് വെച്ച് തന്ന ഫിറോസിനെ പപ്പ വിളിച്ച് ചോർച്ചയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് രേണു പറയുന്നത്. അതുപോലെ തന്നെ അപ്പോഴൊക്കെ കിട്ടിയ മറുപടി വേറെയാണ്. താൻ അയാളുമായി നേരിട്ട് കോണ്ടാക്ട് ഇല്ല, വീട് വെക്കുന്നതിന് മുൻപ് വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതിനുശേഷം കോണ്ടാക്ട് ഇല്ല, വീട് വെച്ചതിന് ശേഷം മെയിൻ്റെനൻസ് കൂടി നോക്കാം എന്നൊരു കരാറുണ്ടോ എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് രേണു പറയുന്നത്. അതുപോലെ തന്നെ വീട് പൂട്ടി താക്കോൽ ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പറയുന്നു. കാരണം ആ കുടുംബം അത്രയും മടുത്തി തുടങ്ങിയിരിക്കുന്നു. അത്രത്തോളം കേട്ട് മടുത്തു. എന്തിനാണ് ഇങ്ങനെ പഴിയും കേട്ട് അവര് വെച്ച കേൾക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഇപ്പൊ നമുക്ക് തന്നെ ഒരു സാധനം വാങ്ങുമ്പോ ഈ ദാനം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വേണ്ട, കളഞ്ഞിട്ട് സമാധാനം, ഇത് പൈസ കൊടുത്ത് കഷ്ടപ്പെട്ടാണെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ എവിടെ വേണോ ജീവിക്കാം. പക്ഷെ ഇതൊരു വീട് വെച്ച് തന്നതിന് ശേഷം ഒരുപാട് കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും അതും മോശമായിട്ടുള്ള രീതിയിൽ പോലും പറയുമ്പോ പിന്നെ അവർ എന്തിന് അവിടെ ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും വരും. അതെ, ചോദിക്കാനുള്ളത് ഇങ്ങനെയാണ്. ഇപ്പൊ രേണു ജോലിക്ക് പോകുന്നു, ഇപ്പൊ ആ കുടുംബം ആ വീട്ടിൽ താമസിക്കുന്നു, കുടുംബമാണ് കൈയടക്കിയിരിക്കുന്നത്, അതുകൊണ്ട് മക്കൾക്ക് അവിടെ താമസിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളുടെ പ്രായം എന്താണ്? ഋതപ്പനും അതുപോലെ തന്നെ നമ്മുടെ കിച്ചുവിന്റെയും പ്രായം എന്താണ്? കിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇടത്താണുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് ലീവ് ഉള്ള സമയത്ത് തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഋതപ്പൻ എന്ന് പറയുന്ന കൊച്ച് 5 വയസ്സുള്ള കൊച്ചാണ്. ഒറ്റയ്ക്ക് താമസിക്കണോ? തന്റെ പേരിലുള്ള വീടാണ്, ഓക്കെ. അപ്പോ ഒറ്റയ്ക്ക് താമസിക്കണം എന്നാണോ? ജോലിയും വലിയ ഇതൊക്കെ ഉള്ള ആളാണോ നമ്മുടെ ഋതപ്പൻ എന്ന് പറയുന്നത്? കുട്ടിയുടെ പേരിലാണെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്താ, കുട്ടിയുടെ ഇപ്പത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് പറയൂ. ആ കുഞ്ഞിനെ തനിച്ച് അവിടെ നിർത്താൻ പറ്റില്ല. കുറ്റം പറയുന്നവർ വന്ന് കുഞ്ഞിനെ നോക്കുമെങ്കിൽ നോക്കട്ടെ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളും പറയുന്നു, കുറ്റം പറയുന്നവർ കുഞ്ഞിനെ വന്ന് നോക്കട്ടെ, ആ കുട്ടിയുടെ പേരിലുള്ളതാണ്. രേണു ജോലിക്ക് പോകുന്നു, ആകെ അച്ഛനമ്മമാരാണ്. ഇപ്പൊ
നിന്റെ വീട്ടിലൊക്കെ നീ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വീട്ടിൽ ആരാണ് ഉണ്ടാവുക? അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ സ്കൂൾ ടൈം വരെ, അതായത് ഇപ്പൊ ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ തന്നെ നമുക്ക് കുഴപ്പമില്ല, രാവിലെ നമ്മളെ സ്കൂളിൽ കൊണ്ടാക്കുക, അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോവാം, തിരിച്ചു വിളിച്ചുകൊണ്ട് വരാം. സ്കൂളിൽ പോവാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും ലീവ് എടുത്ത് വീട്ടിൽ നിന്നേ പറ്റത്തുള്ളൂ. എന്റെ വീട്ടില് ഞാൻ പഠിക്കുന്ന സമയത്ത് അപ്പൂപ്പനും അമ്മൂമ്മ അങ്ങനെ കുടുംബക്കാരെ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയം നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിപ്പോ വീട്ടില് നമ്മളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഭർത്താവ് മരിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നു. പക്ഷെ ഭർത്താവ് ഉണ്ടായിരുന്നു, അതായത് സുധി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ സുധി രേണുവിന് ഇത്രയും കേൾക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന്റെ കാര്യങ്ങൾ രേണുവിന് മാത്രം നോക്കിയാൽ കൊണ്ടും ഒരു അത്താണി ആ ഒരു കുടുംബത്തിൽ നിന്നും പോയത് കൊണ്ടാണല്ലോ ആ വീട് വെച്ച് നൽകുന്നത്. അപ്പോ അതൊരു ആശ്രയമായി നൽകാതെ അതൊരു ഒരു പെണ്ണായതാണോ ഒരു പ്രശ്നം? അല്ലെങ്കിൽ ആ പെണ്ണ് മുന്നോട്ടിറങ്ങി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വീട്ടിൽ ഒതുങ്ങി കഴിയാണ്ട് നിങ്ങൾ പറയുന്നതും കേട്ട് വീട്ടിൽ ഒതുങ്ങി കഴിയാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഒരു പെണ്ണായതുകൊണ്ട്, ആ പെണ്ണ് ഇത്രയും വളർന്നത് കൊണ്ടാണോ, സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരുടെ ചർച്ചാ വിഷയമായതുകൊണ്ട് മാത്രമാണോ നിങ്ങൾക്ക് അവളോട് ഇത്രയും വലിയ പ്രശ്നമെന്ന് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കണം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുന്ന ആ ഒരു സാഹചര്യം വരെ അവര് ഇപ്പൊ പറയണമെങ്കിൽ എന്തോ ഒരു അവസ്ഥയിലായിരിക്കും. ദിവസവും ഇപ്പൊ നമ്മളാണെങ്കിൽ ദിവസവും കേൾക്കുന്നത് ഓരോ വെളിപ്പെടുത്തലുകളാണ് രേണുവിന്റെ പഴയ അത് മാത്രമല്ല രേണുവിന്റെ കുടുംബക്കാർ അങ്ങനെ പറഞ്ഞു, രേണു നാട്ടിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വോയിസ് ക്ലിപ്പുകളും വരുവാണ്. മുൻകാല ജീവിതം ഇപ്പോ സാധാരണ ഈ സെലിബ്രിറ്റി ആയതുകൊണ്ടാണല്ലോ, അതായത് സെലിബ്രിറ്റി എന്ന് എല്ലാവരും പറയുന്നത് കൊണ്ടാണല്ലോ രേണുവിന്റെ ഈ ജീവിതമൊക്കെ. ഇപ്പൊ ഈ പറയുന്നവർ അത്ര പേരും നല്ലവരാണോ? ഈ ഓരോ വിമർശിക്കുന്ന ആൾക്കാരുടെയും ജീവിതത്തിൽ നമ്മൾ ചികഞ്ഞു പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും ഓരോ പാസ്റ്റ് കാണും. അത് മാത്രമല്ല എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ജീവിതമാണ്. അത് അവരുടെ സാഹചര്യമാണ്. അത് നമ്മുടെ ഈ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ നിങ്ങളൊക്കെ ആരാണ് എന്നാണ് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രേണു ഇപ്പൊ പറയുകയുണ്ടായി, കിച്ചുവും ഋതുലും തനിക്ക് ഒരുപോലെയാണ്. അത് സുധിയും ഒരു വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. രേണുവും കിച്ചുവും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മയാണ് കിച്ചുവിന്, അമ്മയാണ് രേണു. കഴിഞ്ഞ ദിവസവും രേണു അമ്മ എന്നാണ് കിച്ചു സംബോധന ചെയ്തത്. അപ്പൊ കിച്ചു വലിയൊരു കുട്ടിയാണ്, മറ്റവൻ ചെറിയൊരു കുട്ടിയാണ്, തനിച്ച് നിർത്താനാകില്ല. ആ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നതാണ് ഈ കുറ്റം പറയുന്നവരെല്ലാം പറയുന്നത്. അപ്പോഴാണ് ആലോചിച്ചത് വീട് പൂട്ടി താക്കോൽ ഏൽപ്പിച്ച് വാടകയ്ക്ക് പോകാമെന്ന്. കിച്ചു ആ വീട്ടിൽ നിൽക്കാത്തതിന്റെ പേരിലാണ് ഓരോരുത്തർ കിടന്ന് പറയുന്നത്. കിച്ചു പഠിക്കാൻ പോയതാണ്, അവൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്. ഇതിന് മാത്രം കേൾക്കാൻ എന്താണ് തങ്ങൾ ചെയ്തിട്ടുള്ളത്? പിന്നെ വീട്ടുകാരെ പറയുന്നു, തന്നെ പറയുന്നു, തങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നു എന്നതാണ് നെഗറ്റീവ് പറയുന്നവരുടെ പ്രശ്നം. ഞങ്ങളുടെ വീടല്ലല്ലോ, അപ്പൊ എന്തും പറയാം. താൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പപ്പയും അമ്മയുമാണ് കുഞ്ഞിനെ നോക്കുന്നത്. അവരെ ഇറക്കി വിടാൻ പറ്റുമോ? അവർ അഭയാർത്ഥികളായി വന്നു നിൽക്കുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. മരിച്ചുപോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത്. അവർ ഇപ്പോൾ പറയുന്നു സുധിച്ചേട്ടന്റെ കുടുംബത്തെ ഉദ്ദേശിച്ചാണെന്ന്. അങ്ങനെ ഇന്ന ആളുകളെ ഉദ്ദേശിച്ചാണോ വീട് കൊടുക്കുക? സുധിച്ചേട്ടന്റെ മക്കളെ നോക്കാൻ വേണ്ടിയല്ലേ തങ്ങൾ അവിടെ നിൽക്കുന്നത്? അപ്പൊ അവർക്ക് ഏരിയ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു ഫിറോസിനോട് എന്നുള്ളത് കള്ളമാണ്. അത് മാത്രമല്ല ഈ ഓരോ സമയത്തും ഇപ്പോ വർക്ക് ഏരിയ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫിറോസിനോട് ആവശ്യപ്പെട്ടു. പിന്നെ അങ്ങനെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും തങ്ങൾ ഫിറോസിനെ ആവശ്യപ്പെട്ടു എന്നും പിന്നെ അവസാനം ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഫിറോസ് ഇതേപോലെ ഒരു മാധ്യമത്തിന് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് രേണു ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഈ പൈസ കിട്ടുമ്പോ ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പപ്പ ഫിറോസിനോട് വിളിച്ചപ്പോ പറഞ്ഞത്. അല്ലാതെ വീട് വെച്ചതിന്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവരൊന്നും പറയുന്നില്ല. ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങളെ കുറ്റപ്പെടുത്താനായിട്ടാണ് ഫിറോസ് ശ്രമിക്കുന്നത്. മാത്രമല്ല ഈ കൊല്ലം സുധിയുടെ കുടുംബത്തിനായിട്ട് നിർമ്മിച്ചു നൽകിയ വീടിന്റെ നിർമ്മാണത്തില് ചില അപാകതകൾ ഉണ്ടെന്ന് രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീടിന്റെ ഈ തറക്കെട്ട്, പിന്നെ ഭിത്തികെട്ട്, കോൺക്രീറ്റ് എന്നിവയെല്ലാം നല്ല ഒരു മാന്യമായിട്ട് ചെയ്തത്. പക്ഷെ വീട് തേച്ചത് ശരിയായിട്ടില്ല. വീട് പുറമേ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഫ്ലോപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. തേക്കുന്നത് ശരിയായിട്ടില്ല. പിന്നെ അടച്ച പോലെ അടർന്നു വരുന്ന ഒരു അവസ്ഥയാണ്. അവിടെ പോയിട്ട് നിങ്ങളൊന്ന് കണ്ടിട്ട്
നിങ്ങൾ വിലയിരുത്തിയാൽ കൊള്ളാം. അത് മാത്രമല്ല ഈ പുതിയ മോഡലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുമ്മായം കൊണ്ട് തേച്ചത് കാരണം പുറകിലൊക്കെ അത് പോയിക്കൊണ്ടിരിക്കുവാണ്, വീട് നശിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ വീട് നിർമ്മിച്ച വ്യക്തിയാണ് വീട് നനയുന്നു എന്ന് പറഞ്ഞതിന് രേണു പച്ച കള്ളം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റൊക്കെ പറയുകയും പോസ്റ്റ് ഇടുകയും വീഡിയോ ഷെയർ ചെയ്യുകയും മാത്രമല്ല രേണുവിന് ഈ സോഷ്യൽ മീഡിയ വഴി വലിയ തോതിലുള്ള ഈ സൈബർ അറ്റാക്ക് ഈ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു രാഹുലിന്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം തൊട്ടാണ് ഈ വീടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സംസാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇതെല്ലാം കണ്ട് വീട് ഉണ്ടാക്കി തന്ന അദ്ദേഹവും രേണു പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു ബിഷപ്പും പറയുന്നുണ്ട് രേണു പറയുന്നതെല്ലാം കള്ളമാണ് എന്നുള്ള രീതിയിലാണ് ബിഷപ്പും സംസാരിച്ചത്. പിന്നെ കൊല്ലത്തുള്ളവരും ഇവിടെ താമസിക്കുന്നു എന്ന് ഇയാൾ ഓർത്തെന്നും പറഞ്ഞു. അതായത് അതായത് ഈ കൊല്ലം സുധിയുടെ അവിടെയുള്ള എല്ലാവരും അത് സത്യം പറഞ്ഞ ഈ രേണുവിന് കൊല്ലംകാർക്കോ അല്ല വീട്, സുധിയുടെ മക്കളുടെ പേരിലാണ് വീടോ സ്ഥലം എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവർക്കൊരു വീട് ഉണ്ടാക്കി തരാമെന്ന് ആണ് അദ്ദേഹം ഏറ്റിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നാ ഈ പറയുന്ന സംഘടന അങ്ങോട്ട് ചെന്ന് പറയുകയായിരുന്നു വീട് ഞങ്ങൾ നിർമ്മിക്കാമെന്ന്. അതിനൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. 1 വർഷത്തോളമായി വീടിനെ കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടില്ല. വീടുണ്ടാക്കി 1 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. ഇത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഇതിൽ എന്താണ് കാര്യം എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചു. പിന്നീട് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും രേണുവിന്റെ പിതാവ് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഫിറോസ് പറയുന്നത് വിശ്വസിക്കണോ, അല്ലെങ്കിൽ രേണു പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിശ്വസിക്കില്ല. പച്ചക്കള്ളമേ അവര് വായോണ്ട് പറയും എന്നുള്ള രീതിയിലായോണ്ട്. പക്ഷെ ഈ പറയുന്നവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് പോയി ഒന്ന് നോക്കി അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ആരാണ് കള്ളം. നമ്മളെ വായോണ്ട് ഇപ്പൊ നമ്മുടെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പച്ചക്കള്ളം വിശ്വസിക്കത്തില്ല. അവര് പറയുന്നത്. പക്ഷെ അടുത്ത അയൽവക്കക്കാരോടും മറ്റേ നമ്മളെപ്പോഴും കുടുംബക്കാരടുത്തും അപ്പുറത്ത് നമ്മൾ നന്നാവുന്ന ഒരിക്കലും ആണ് ആഗ്രഹിക്കാത്ത അയൽവക്കക്കാരടുത്തും നാട്ടുകാരടുത്തും കുടുംബ ബന്ധങ്ങളടുത്തുള്ളടത്തൊക്കെ പോയിട്ടാണ് കാര്യങ്ങൾ ചോദിച്ചറിയാം. അവർ പിന്നെ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ നല്ലത് ചെയ്താലും കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ നേരിട്ട് വന്ന് എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനിടയിലും ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവർക്കൊന്നും രേണു നന്നാവുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നവർ, ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അത് ഒരാളെ ഉന്നം വെച്ചിട്ടുള്ള ഒരു പരിപാടി. അത് ഒരു കുഴപ്പമില്ല. പക്ഷെ രേണു തനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തെരഞ്ഞെടുത്തു. തന്റെ മക്കളെ നോക്കാനായിട്ട് ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ്, ഫോട്ടോഷൂട്ടൊക്കെ നടത്തി തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ചർച്ച, രേണുവിന്റെ പേരിലുള്ള ചർച്ച തന്നെ തുടങ്ങിയത് എന്ന് എല്ലാവരും ഓർക്കണം. അതുവരെ ഒരു കുഴപ്പമില്ല. സുധി മരിച്ചതിന് ശേഷം രേണു എങ്ങനെ ജീവിക്കുന്നു, രേണു എങ്ങനെ ജീവിക്കും, അവരുടെ കുടുംബം ഇനി എന്ത് ചെയ്യും, അങ്ങനെ ഒന്നും ആർക്കും ചിന്തിക്കേണ്ട, അങ്ങനെ ആർക്കും ഒന്നും അറിയാൻ വേണ്ട. പക്ഷെ തന്റെ കുടുംബം നോക്കാനായിട്ട്, തന്റെ മക്കളെ നോക്കാനായിട്ട് രേണു ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിക്ക് ഇറങ്ങിയ അപ്പൊ തൊട്ട് എല്ലാവർക്കും പ്രശ്നവും തുടങ്ങി. അതുവരെ ഒരു കുഴപ്പമില്ലാത്തവർ പോലും, ഈ ഒന്നും അറിഞ്ഞൂടാത്തവര് പോലും ഇങ്ങനെ ഈ പൊന്തി വരും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെയാണ് ഈ നാട്ടുകാര്. പക്ഷെ ആരാണെന്നോ എന്താണെന്നോ ഒന്നുമില്ല. ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് രേണുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഒന്നും അറിഞ്ഞൂടെങ്കിൽ പോലും തെളിവുണ്ടല്ലോ, രേണുവിനെ കുറിച്ചല്ലേ പറയുന്നത്, പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചൂടെ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി. സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് പോലും അതിനെക്കുറിച്ച് ഒരു വ്യക്തത കൊടുക്കുകയോ മറ്റോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഒരു ഫോൺ എടുത്ത് വെച്ച് എന്തും വിളിച്ച് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടും തികഞ്ഞവനാണെന്ന് പറയരുത്. മുഴുവൻ തേപ്പും മഴയത്ത് പൊട്ടി ഒഴുകുകയാണ്. എല്ലാ ജനങ്ങളും ഇത് കാണണം എന്നാണ് പറഞ്ഞിട്ട് ആ വീഡിയോ, രേണുവിന്റെ വീഡിയോ ഉള്ളത്. ദാനം തന്ന വീടല്ലേ എന്ന് കരുതിയാണ് ഇത്രയും കാലം ഇതൊന്നും പറയാതെ പോയത്. അപ്പോഴാണ് ഇദ്ദേഹം വന്ന് രേണു പറഞ്ഞത് പച്ചക്കള്ളം, കൊല്ലംകാരെ താമസിപ്പിക്കാനാണ് വീടുണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത്. വീടിന്റെ യഥാർത്ഥ അവകാശികൾ കൊല്ലം സുധിയുടെ മക്കൾ തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നത്. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നനയുന്ന ഭാഗത്തെ തേപ്പ് മൊത്തം പോവുകയാണ്. യൂട്യൂബേഴ്സ് ഒക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞതിനെ കുറിച്ച് ചോദിക്കും. അത് കുഴപ്പമില്ല, ഇതൊന്നും നിങ്ങൾ ഇടരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് രേണു പറയുന്നത്. അതിന് പിറ്റേ ദിവസമാണ് സാജുദ്ദീൻ വിളിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കിക്കോണം, അവർ ഇനി ഒരു കാര്യവും ചെയ്യില്ലെന്ന് പറയുന്നത്.
കൂട്ടത്തിൽ ഫിറോസ് പറഞ്ഞത്രേ ഒരു ബുൾഡോസറുമായി വന്ന് ഈ വീട് ഇടിച്ച് പഴയതുപോലെ നിരത്തുമെന്ന് പറഞ്ഞു പോലും. അതിന്റെ റെക്കോർഡ് ഒന്നും ഇപ്പോഴും എന്റെ ഫോണിൽ കാണില്ല. പക്ഷെ ആ ഫോണ് ഏത് പരിശോധനയ്ക്ക് വേണ്ടിയും ഹാജരാക്കാൻ താൻ തയ്യാറാണെന്നും രേണു പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ സംസാരിച്ച ഫിറോസാണ് ഇപ്പോ വന്നിട്ട് രേണുസുതി പച്ച കള്ളം പറയുവാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ആക്ഷേപിക്കുന്നത്. മാത്രമല്ല, രേണുവിന് എതിരായിട്ടുള്ളവര് ചിലപ്പോ ഇതൊക്കെ വിശ്വസിച്ചേക്കാം. എന്നാ ദൈവത്തിന് മുമ്പില് അവർക്കുള്ളത് കിട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. രേണുവിന്റെ അച്ഛൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മാത്രമല്ല, വീടിനെതിരെ രേണുസുതിയും പിതാവും ഉയർത്തിയ ഒരുപാട് ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് വീട് നിർമ്മിച്ചു നൽകിയ ഈ KHDC ഫിറോസ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഫിറോസ് ഈ ഒരു ആരോപണങ്ങൾക്കെതിരെ പറഞ്ഞത് വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെയും ഫിറോസ് നൽകിയിട്ടില്ലെന്നും വീട് അടർന്ന് ഫാൻ തന്റെ നെഞ്ചിലേക്ക് വീണ് അപകടം സംഭവിച്ചു എന്ന അടക്കം രേണുവിന്റെ പിതാവ് ഈ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തില് ഫിറോസ് ഇത്രേ ചോദിച്ചോളൂ, വീട്ടിലെ ചോർച്ച എന്നൊരു പ്രശ്നമാണ്, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്നാണ് ഫിറോസ് പറയുന്നത്. പിന്നെ അവരെപ്പോഴും നമ്മളെ സമീപിച്ച രീതി പ്രശ്നമായിട്ടുണ്ട്. അവര് വീട് പൊളിച്ചിട്ടതൊന്നും പ്രശ്നമല്ല, അവര് പിന്നെ അവര് ഗുണ്ടകളും കൊണ്ട് ജീവിക്കുന്നുണ്ട്. അതും പറഞ്ഞു. ഇവരെ എന്ത് പറയുമ്പോഴും ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ഫിറോസ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോ അത്രത്തോളം ഫിറോസിനെ ഭീഷണിപ്പെടുത്താൻ വരെ രേണുവും കുടുംബവും ശ്രമിച്ചു എന്നാണ്. ഗുണ്ടകളെ കൊണ്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇത് കേൾക്കുമ്പോൾ ആർക്കായാലും അതിനോട് ഇഷ്ടക്കേട് തോന്നുന്നതാണ് ഫിറോസ് പറയുന്നത്. അപ്പൊ നേരത്തെ ഈ അഭിമുഖങ്ങളൊക്കെ വന്ന സമയത്ത് പലരും എന്നോട് പറഞ്ഞത് ഈ ഇക്ക എങ്ങനെയെങ്കിലും അത് ശരിയാക്കി കൊടുക്ക്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നാണ്. എനിക്കതിന് കുഴപ്പമില്ല. ഞാൻ സൈറ്റുമായി ബന്ധപ്പെട്ട ആളുകളെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അവർ അത് ചെയ്തു കൊടുക്കും. എന്നാൽ ഒരിക്കൽ കൂടി പറയുന്നു, അവിടെ ചോർച്ചയല്ല, അത് മഴ ചാറ്റൽ അടിക്കുന്നതാണ്. അപ്പൊ ഇതിനെയല്ലേ ഇപ്പൊ പറഞ്ഞുകൊടുക്കും, മഴ പെയ്ത സമയത്ത് ചാറ്റൽ അടിക്കുന്നുണ്ട്, അതിന്റെ വീടിന്റെ പ്രശ്നം. അല്ലാതെ മുഴുവൻ വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുന്നു അങ്ങനെ ഒന്നും രേണു പറഞ്ഞിട്ടില്ല. ഒരു അഭിമുഖത്തിന്റെ ഇടയിൽ അവതാരിക ഇപ്പൊ അവിടെ മഴ ചെയ്യുന്ന സമയത്ത് തന്നെ അവതാരിക ഇരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആ സോഫയിൽ ഇരിക്കുമ്പോൾ അവിടെ ചാറ്റൽ ഇങ്ങനെ അടിക്കുന്നില്ലായിരുന്നു, അത് ആ ഒരു ഭാഗത്തിന്റെ പ്രശ്നമാണ് എന്നാണ് അവിടെ അത്രേ പറയുന്നുള്ളൂ, അല്ലാണ്ട് ആരും കുറ്റം പറയുന്നത്. പക്ഷെ ഈ അത്രയും പറഞ്ഞ കാര്യമാണ് ഇത്രയും വളച്ചൊടിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത്രയും വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കിയത്. എന്തായാലും ഈ പ്രശ്നം ഇവിടെ ഒന്നും തീരാൻ പോകുന്നില്ല. ഓരോ ആഴ്ചയിലും രേണുസുതിക്കെതിരെയുള്ള പുതിയ കണ്ടെത്തലുകളും പുതിയ ആരോപണങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കണ്ടറിയാം ഇനി എന്ത് സംഭവിക്കും, ഇനി ഇതിന്റെ അവസാനം എവിടെ ചെന്നത്. ഇതിന്റെ അവസാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ആഴ്ചയിലും ഞാൻ വിചാരിക്കുന്ന ഒരു അവസാനം ഉണ്ടാവുന്നതാണ്. രേണുസുതിന്റെ പഴയ ഭർത്താവ്, രേണുസുതിന്റെ പഴയ കല്യാണം, സുധിയുടെ പഴയ ഭാര്യ. അത് മാത്രമല്ല, രേണു പഠിച്ചിട്ടില്ല, രേണുവിന്റെ പൂർവ്വകാല ചരിത്രം പഠിച്ചിട്ടൊന്നുമില്ല, മറ്റേ ജോലി വേറെ എവിടെയും കിട്ടിയിട്ടില്ല, രേണു അങ്ങനെയാണ്, രേണു ഇങ്ങനെയാണ്, രേണു അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നു, രേണു അതൊക്കെ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കുഴപ്പമില്ല, എല്ലാം നോർമലായിട്ട് വീണ്ടും ഒരു വീഡിയോ വന്നപ്പോ വീണ്ടും കുത്തിപ്പൊക്കി അടുത്ത രേണുവിന് അപ്പൊ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു വക ഇനി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ വിധവകൾക്ക് വിധവ എന്ന് പറയുന്ന വിധവയായി കഴിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ സതി നിയമം പോലെ അല്ല, അത് മാത്രമല്ല, വിധവയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടില് അത് വൈറ്റ് സാരി മാത്രം അടങ്ങി ഒതുങ്ങിയിരിക്കണം, ഫോട്ടോ എടുത്തൂടാ, ഒരുങ്ങി നടന്നൂടാ, വേറെ ഇട്ടൂടാ, ചെയ്തൂടാ, അങ്ങനെ കാണിച്ചുകൂടാ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു കുറ്റം ചെയ്ത പോലെയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ഇപ്പൊ എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങളും കൂടെ തന്നെ ഉണ്ട്, കാണാം. അതെ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.